This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും ചെറുപുഴയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം. കന്നിക്കളം, പുളിഞ്ഞോം, തിരുമേനി, കോഴിച്ചാൽ മേഖലകളിലാണ് കാറ്റ് കടുത്ത നാശം വിതച്ചത്. കന്നിക്കളത്തെ നബീസ റഹ്മാന്റെ പുരയിടത്തിലെ വലിയ തെങ്ങ് മുറിഞ്ഞു വീണ് വീടിന്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർന്നു. പ്രദേശത്ത് നിരവധി തെങ്ങുകളും കവുങ്ങുകളുമാണ് കടപുഴകിയും ഒടിഞ്ഞും വീണിട്ടുള്ളത്. തിരുമേനിയിൽ ഓരത്താനിയൽ ജോസിന്റെ വീടിന് മുകളിലേക്ക് കവുങ്ങ് ഒടിഞ്ഞു വീണ് മേൽക്കൂര തകർന്നു. പുളിഞ്ഞോം, കോഴിച്ചാൽ ഭാഗങ്ങളിലും ശക്തമായ കാറ്റിൽ വൻ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാശനഷ്ടമുണ്ടായ കൃഷിയിടങ്ങൾ ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അദ്ദേഹം അറിയിച്ചു. കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി അക്ഷയ CSC കേന്ദ്രങ്ങൾ മുഖേനയോ സ്വന്തമായോ കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് സഹായത്തിനായി കൃഷിഭവനുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്നലെ 5 മണിക്കുണ്ടായ ചുഴലിക്കാറ്റായിരുന്നു. ഇന്നലെ പുളിങ്ങോത്ത് ആയിരുന്നു ആ സമയം ഞങ്ങൾ. പക്ഷേ അവിടെ ഭയങ്കര ചുഴലിക്കാറ്റായിരുന്നു. അങ്ങനെ വണ്ടി തന്നെ എടുത്ത് മറിക്കുന്ന പോലെയുള്ള ചുഴലിക്കാറ്റായിരുന്നു അവിടുന്ന്. അപ്പം അവിടുന്ന് ഞങ്ങളങ്ങനെ ഇവിടെ വീട്ടിൽ വരുമ്പോഴാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ കാറ്റ് ഈ തെങ്ങ് പടത്തി വീണ് ഞങ്ങളുടെ ഈ മതിലൊക്കെ വീണ് പൊട്ടിയിരിക്കുന്നത്. ഭയങ്കര കാറ്റായിരുന്നു. അപ്പം നമുക്കും ഇതുപോലെ ഈ തെങ്ങ് വീണിട്ട് മതിലൊക്കെ വന്ന് നല്ല നഷ്ടങ്ങളായി. തെങ്ങ്, കവുങ്ങ് അങ്ങനെയെല്ലാം തന്നെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറുപുഴ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പെയ്യുന്ന ശക്തമായ മഴയും കാറ്റും അത് കുറച്ച് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുളിങ്ങോം മുതൽ അത് ഇവിടെ കന്നിക്കളം വരെയുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ പ്രാപ്പോയിൽ, മഞ്ഞക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൃഷിയിടങ്ങൾ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ അത് ഇപ്പോൾ നബീസ റഹ്മാൻ എന്നുള്ള പറഞ്ഞ നമ്മുടെ ഒരു മികച്ച കർഷകയാണ്. അവരുടെ കൃഷിയിടത്തിൽ തെങ്ങ്, ആരോഗ്യമുള്ള തെങ്ങ് തന്നെ അത് പൊട്ടി വീണിട്ട് അവരുടെ ചുറ്റുമതിൽ ഉൾപ്പെടെ നശിച്ചു വരുന്നുണ്ട്. തെങ്ങും കവുങ്ങും അവിടെ നശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാത് സമയത്ത് തന്നെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. സന്ദർശിച്ചതിന് ശേഷം കർഷകരോട് ഇതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് നമ്മൾ എയിംസ് എന്ന് പറയുന്ന പോർട്ടലിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമ്മളെ അക്ഷയ അതുപോലെ തന്നെ CSC കേന്ദ്രങ്ങളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് സ്വയവും ചെയ്യാൻ പറ്റും. പിന്നെ ചില കൃഷിയിടങ്ങളിൽ പോകുന്ന സമയത്ത് പ്രായമുള്ള ദമ്പതികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഈ സെൻറ്ററുകളിൽ പോയി ചെയ്യാനുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൃഷി ഓഫീസ് സമയം കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവരുടെ അപേക്ഷ ചെയ്തു കൊടുക്കാനുള്ള സഹായവും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985 242 140. മൊബൈൽ 6238 064141.